ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസത്തേരിയ. ഇന്ന ദിവസം ഈശോ നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യത്തെ ഈശോ പലതിനോടും ഉപമിക്കുന്നുണ്ട്. വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി, വിലയേറിയ രത്നങ്ങൾ തേടുന്ന വ്യാപാരി, അങ്ങനെ പല തലങ്ങളിലൂടെ ഈശോ സ്വർഗരാജ്യത്തെ അവതരിപ്പിക്കുകയാണ്. രത്നങ്ങൾ ശേഖരിക്കുന്ന വ്യാപാരിയെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗരാജ്യത്തെ ഈശോ ഇപ്രകാരമാണ് ഉപമിക്കുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 46-ാം തിരുവചനം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. വ്യാപാരിയുടെ കയ്യിൽ ഇഷ്ടം പോലെ രത്നങ്ങളുണ്ട്. അവൻ ഓരോന്നും വിലയേറിയതായിട്ട് കാണുമ്പോൾ അതെല്ലാം മേടിച്ചു കൂട്ടിയാണ്. അവൻ്റെ കയ്യിലിരിക്കുന്ന രത്നങ്ങളെല്ലാം അവൻ ആഗ്രഹിച്ചിട്ട് മേടിച്ചതാണ്, വിലയുള്ളതാണെന്ന് തോന്നിയിട്ടുള്ളതാണ്. അവന് അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനേക്കാൾ വിലയേറിയ ഒരു രത്നം കാണുമ്പോൾ ഇതുവരെ വില നൽകിയതിനെ എല്ലാം തള്ളിക്കളഞ്ഞിട്ട് അതെല്ലാം വിറ്റിട്ട് അവനത് വാങ്ങിയാണ്. വിലയേറിയ സ്വർഗരാജ്യത്തേക്കുള്ള കാഴ്ചപ്പാടിനെക്കുറിച്ച് പറയാം. സ്വർഗരാജ്യം നിൻ്റെ എല്ലാ പ്രയോറിറ്റിയുടെ മുകളിലാണെന്ന് നീ കണ്ടെത്തുമ്പോൾ ബാക്കിയെല്ലാം ശൂന്യമാക്കാൻ സാധിക്കും. ബാക്കിയെല്ലാം തള്ളിക്കളഞ്ഞിട്ട് സ്വർഗരാജ്യത്തിന് വില കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കും. അതാ ഈശോ നിന്നെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യത്തെ മറ്റെല്ലാ പ്രയോറിറ്റിയേക്കാളും വിലമതിക്കുവാനായിട്ടും അതിനുവേണ്ടി നിലകൊള്ളുവാനുമായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ഈ ദിവസത്തിനു വേണ്ടത് കൃപകളും നന്മകളും എല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.